പൃഥ്വി, ഞാൻ ഓഫീസിലേക്ക് പോവാ. ഫ്രിഡ്ജിൽ ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഫുഡ് ചൂടാക്കി കഴിക്കണേ. ബൈ പൃഥ്വി, ബൈ. എന്നോട് ബൈ പറയുന്നത് എന്തിനാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഇന്ന് ഞാൻ ഫ്രീ ആണ്, നീയും കൂടെ ലീവ് എടുക്കാൻ. പക്ഷെ നിനക്ക് ജോലിക്ക് പോകണം നിർബന്ധം. എനിക്കങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല പൃഥ്വി. ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലീവ് എടുക്കുമായിരുന്നില്ലേ? അല്ല, നിനക്ക് സിക്ക് ലീവെങ്കിലും എടുക്കായിരുന്നല്ലോ അല്ലേ? പൃഥ്വി, ഇപ്പൊ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? രാഹുലെ അളിയാ, പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല അളിയാ, നമ്മുടെ ബിസിനസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. തള്ളലിന് ഒരു കുറവില്ല. അത് തന്നെയാടാ ഇ കൊമേഴ്സിന്റെ. നിന്നോട് കൂടി കൂടെ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നല്ലേ. നീ അന്ന് കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആർക്കും കേൾക്കണ്ടല്ലോ. ശരി അളിയാ, കുറച്ച് തിരക്കാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഹലോ. അതെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണക്ഷൻ അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. ഞാനിവിടെ ഉണ്ടെന്നേ. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ചെയ്യാന്നേ. അതിന് പ്രശ്നം എന്താന്ന് മാത്രം പറഞ്ഞാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താനിവിടെ ഫോണിൽ സംസാരിക്കാൻ വന്നതാണോ അതോ എന്നെ നോക്കാൻ വന്നതാണോ? ഞാൻ എന്റെ ക്ലയന്റിനോട് വർക്കിനെ പറ്റി സംസാരിക്കാം. എന്നാ പിന്നെ അത് ചെയ്യാം. എന്ത് ചെയ്യാൻ? എടോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞല്ലേ. കൊള്ളാലോ പൃഥ്വിമോനെ, സംസാരിക്കുമ്പോ കോള് വരുന്ന ഫോണോ? നോണ പറയാൻ പോലും മര്യാദയ്ക്ക് അറിഞ്ഞൂടാ. അടുത്ത തവണ ശരിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാ മതി. നിങ്ങളീ കാണിക്കുന്നതൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, നിങ്ങൾ എന്നെ പിടിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. മുറുക്കി പിടിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായി? ആസ് യൂഷ്വൽ, ഹാർഡ് വർക്ക്, ടെൻഷൻ, നത്തിങ് ന്യൂ. ജോലിയൊക്കെ കഴിഞ്ഞോ? ഉറപ്പല്ലേ? ഓഫ് കോഴ്സ്. ഞാനൊരു കാര്യം പറയട്ടെ. പറ. എനിക്ക് തോന്നുന്നേ നമ്മുടെ ലൈഫ് ഭയങ്കര റൊട്ടീനായെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫില് ഓഫീസ്, ജോലി, അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോ അതൊരു റുട്ടീനാവും. സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ഇതല്ലാതെ വേറൊന്നും വരുന്നുമില്ല. ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരുമിച്ച് താമസിക്കുന്നു മാത്രമേ ഉള്ളെന്നാ, ജീവിക്കുന്നില്ല. പൃഥ്വി, ഇതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്.
അഞ്ജലി. ഗുഡ് നൈറ്റ്. അതെ, ഒരു കാര്യം പറയട്ടെ. ഇത്രയും ദിവസമായിട്ടും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാം. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ നിങ്ങൾ ക്ഷീണിച്ചു വന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും എൻ്റെ അടുത്ത് ഒട്ടും സമയമില്ല. നീ ഫുഡ് കഴിച്ചോ. ഇന്ന് ചിലരൊക്കെ ഒരുപാട് വൈകിപ്പോയല്ലോ. അതെന്തേ? ഇവിടെ ആർക്കാണാവോ ഇത്രയ്ക്ക് തിരക്ക്? എത്രയെന്ന് വെച്ചൊരു മനുഷ്യൻ ക്ഷമിക്കുക. എനിക്ക് ഇത്തിരി തിരക്ക് കൂടുതലാ. അതെ, പക്ഷെ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ കുറച്ചൊന്ന് വൈകി വന്നപ്പോ തന്റെ എക്സൈറ്റ്മെന്റ് എത്ര കൂടിയെന്ന്. അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒരുപാട് കൂടിയാ പിന്നെ പിന്നെ എന്തു പറ്റും? എന്ത് പറ്റുമെന്നോ? പിന്നെ മൊത്തം വെള്ളമാവും. ആ വെള്ളത്തിൽ നനയുന്നത് എനിക്കും ഇഷ്ടമാണെങ്കിലോ? ആകെ നനഞ്ഞ പിന്നെ കുളിരില്ല. പിന്നെ നിന്റെ ഈ നനഞ്ഞ മുടിയും നിറ്റി വീഴുന്ന വെള്ളവും ആ വെള്ളത്തുള്ളികൾ നിന്റെ കവിളി തൊടുമ്പോ ആ തുള്ളികൾക്ക് ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച രത്നങ്ങളെക്കാളും ഭംഗിയുണ്ടാവും. പിന്നെ ആ വെള്ളത്തുള്ളികൾ നിന്റെ ചുണ്ടിക്കൂടെ താഴേക്കിറങ്ങുമ്പോ എനിക്ക് തോന്നുന്നത് നിന്റെ ദാഹം ഒരുപാട് ഒരുപാട് കൂടുന്നുണ്ടെന്നാ. ഹോ, എന്നിട്ട് ആ വെള്ളം നിന്റെ സാരിയൊക്കെ നനയ്ക്കും. ഞാനിപ്പോ ചത്തുപോകും. ഇനി നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. ബായ് പൃഥ്വി. ബൈ. ഹലോ. അയ്യോ, ഞാനത് വീട്ടിൽ വെച്ച് മറന്നുപോയി. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്യാഷ് ഫയലും എന്തായാലും കൊണ്ടുവന്നേനെ. ഓക്കെ, ഡോണ്ട് വറി, ഞാൻ പോയി എടുത്തിട്ട് വരാം.
ഹേമ, അപ്പോ തനിക്ക് ഉറക്കം കിട്ടാറില്ല? എങ്ങനെ ഉറക്കം കിട്ടാനാ? രാത്രി മുഴുവൻ നിന്നെ കുറിച്ചല്ലേ ചിന്ത. ആണോ? ഉം. അത് കൊള്ളാലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തന്റെ എന്തെങ്കിലും ആഗ്രഹങ്ങള് തനിക്ക് സാധിക്കാനുണ്ടോ? സാധിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എല്ലാം സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിനക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. നിനക്കും അത് തന്നെയല്ലേ വേണ്ടത്? ഹേമ, ഹേമ, വാതിലോർക്ക്. വികാസാണല്ലോ, നീ വേഗം പോവാൻ നോക്ക്. ഞാൻ എങ്ങനെ പോവാനാ? എടാ, ജനലിൽ കൂടെ പോ. ഒന്ന് വേഗം പോ. ആരായിരുന്നു അകത്ത്? അകത്തോ? അകത്ത് ഞാൻ മാത്രമുള്ളല്ലോ, വേറെ ആരുണ്ടാവാനാ? പിന്നെ ആരുടെ ശബ്ദം കേട്ടെ? അത് ഞാൻ ഫോണിൽ വീഡിയോ കാണുമായിരുന്നു. നിങ്ങൾക്ക് എന്നോട് കുറച്ചു നേരം സംസാരിക്കാൻ പോലും സമയമില്ലല്ലോ. അപ്പൊ ഞാൻ മൊബൈലിൽ വീഡിയോ കാണുമായിരുന്നു. എന്നിട്ട് ചുമ്മാ ഡയലോഗ് പറഞ്ഞതാ. ശരി ശരി, ഇത്രയും കഥ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ഫയലും ക്യാഷും ഒക്കെ തന്നിട്ടില്ലായിരുന്നു, അത് പോയി എടുത്തിട്ട് വാ. ശരി, നിങ്ങളൊന്ന് അകത്തേക്ക് വാ, ഞാൻ തരാം. ഇന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. എങ്ങാനും പിടിച്ചിരുന്നെങ്കിലോ? എന്ത് പറ്റിയനെ? ഞാനിന്ന് ശരിക്കും പേടിച്ചു പോയി. വികാസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെയോ ഉത്തരം പറഞ്ഞു. ഇന്ന് മുതല് ചോദ്യം ഉണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. അതെന്താ? ഇന്ന് മുതൽ നമ്മള് ഇവിടെ വെച്ചായിരിക്കില്ല കാണുന്നത്. പിന്നെ എവിടെ വെച്ചായിരിക്കും? ഇനി എന്റെ റൂമില്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ലെങ്കിൽ വികാസിന് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ഇനി എങ്ങാനും വികാസ് വന്ന് കണ്ടു കഴിഞ്ഞാ അതോടെ തീരുമെല്ലാം. തീരാൻ പോകുന്നത് അവനായിരിക്കും. ഹേമ, എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇല്ല, നമുക്കിനി ഇവിടെ ടെറസിൽ വെച്ച് മാത്രം കണ്ടാ മതി. നീ ഇങ്ങനെ പേടിക്കാതിരിക്കുക ഹേമ. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിനി ടെറസിൽ വെച്ച് മാത്രം കണ്ടാ മതി. അത് ഞാൻ പറയുമ്പോ മാത്രം. ഞാൻ പറയാതൊന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ. ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? എന്റെ ഹേമ, എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റണ്ടേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ നിന്നൊന്ന് കുറച്ച് സ്നേഹിച്ചോട്ടെ. കുറച്ച് വേണ്ട, ഒരുപാട് സ്നേഹിച്ചോ. പക്ഷെ ഇവിടെ വെച്ച് വേണ്ട, ബെഡ്റൂമില്. ചേടാ, നീയല്ലേ ഇന്നലെ പറഞ്ഞ ബെഡ്റൂമിൽ വെച്ച് വേണ്ട, ടെറസിൽ വെച്ച് കാണാമെന്ന്. അല്ലെങ്കിലും നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. നിന്റെ എല്ലാ ആഗ്രഹവും ഞാൻ തീർത്തരും. എടാ, ഇപ്പൊ വികാസം ഞാനും വന്നാലോ? അവൻ ഇപ്പൊ പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടാ വന്നത്. എങ്ങനെ വരാനാ? നീ ഒന്ന് സമ്മതിക്കേ. വികാസ്, അത് പിന്നെ ഒന്നും പറയണ്ട. ഇന്നലെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൂടെ കണ്ടിരുന്നു. ഇന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. എങ്ങാനും പിടിച്ചിരുന്നെങ്കിലോ? വികാസ് ചോദിച്ചതിനൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. വികാസിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വികാസ് എങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞാൽ അതോടെ എല്ലാ കാര്യങ്ങളും തീരും. തീരാൻ പോകുന്നത് നീ ആടി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ കയ്യോടെ പിടിച്ചു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല വികാസ്. എന്തിനാ നുണ പറയുന്നേ? നീ മിണ്ടാതിരിക്കെ. എന്റെ വൈഫിനെ തുടർന്ന് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? വിടറാ. ഭർത്താവിന്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നവളാ വൈഫ്. ഈ ഹേമയ്ക്ക് നിന്നോടൊപ്പം എന്ത് സന്തോഷമുള്ളേ? നിന്നോടൊപ്പം ഉള്ള ഓരോ നിമിഷം അവിടെ ചത്ത് ജീവിക്കുക. അതിലും ഭേദം നീ ചാവുന്നല്ലേ? ചാവടാ. നിന്നെ ഞാൻ വെറുതെ വിടുകളാ. നിന്നെ ഞാൻ കൊല്ലൂടാ. നിന്നെ ഞാൻ കൊല്ലൂടാ.
അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ഓൺലൈൻ ബിസിനസ്? ഇത്രയും നാള് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? എന്നെ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് നീ വീട്ടിലിരുന്ന് ഇവളുമായിട്ട് ബന്ധം സ്ഥാപിക്കായിരുന്നല്ലേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ അടുത്ത് വരാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ എന്നെ ആട്ടി പായിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ഈ ചെയ്തതിൽ എന്താ തെറ്റുള്ളത്? അത് ശരി, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അല്ലേ? ഇത് തന്നെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ നീ എന്തു പറയുമായിരുന്നു? എങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കില്ലായിരുന്നു. നീ കൊള്ളാലോടാ. ഒരാൺ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ, പക്ഷെ ഒരു പെണ്ണാണ് ചെയ്തെങ്കിൽ അത് തെറ്റും. ഈ ഹേമയുടെ കല്യാണം കഴിഞ്ഞാണെന്ന് നിനക്കറിയില്ലേ? നീ ഒരു നിമിഷമെങ്കിലും ഓർത്തോ ഒരു കുടുംബം നശിപ്പിക്കുകയാണെന്ന്? അവരെ കുടുംബം മാത്രല്ല, നമ്മുടെ ഫാമിലി നീ നശിപ്പിച്ചില്ലേ? ഇനി എനിക്ക് നിന്റെ ഒപ്പം ഈ വീട്ടില് ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കാൻ പറ്റില്ല. ഇൻസ്പെക്ടർ സർ, സർ, അറസ്റ്റ് ഹിം. ഇൻസ്പെക്ടർ സാർ, ഇവളെയും കൂടെ കൊണ്ടുപോയിക്കും. ഇവൾക്ക് ഇനി എന്റെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ഥാനവും ഇല്ല. ഇല്ല വികാസ്, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയതാ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. രണ്ടുപേരും കുറച്ചു കാലം അകത്ത് കിടക്ക്. അപ്പൊ നിങ്ങളുടെ ഈ പ്രേമ ചുറ്റികളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി ജയിലിൽ വെച്ച് ചെയ്യാം. എത്ര കാലം കിടക്കണമെന്ന് മാത്രം കോർട്ട് തീരുമാനിച്ചോളൂ. നടക്ക്.